ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ആരും ഗുഡ് മോർണിംഗ് പറയുന്നില്ല. ആരും ഗുഡ് മോർണിംഗ് പറയത്തില്ല. നീ പറയോ ഗുഡ് മോർണിംഗ്? അല്ല, നമ്മള് പാമ്പ സ്ഥലാ ഇവിടെ. അതെ, ബാക്ക്. ഹായ് 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 ഹായ്. ഞാനാണ് വീട്ടിൽ നിന്ന് ആദ്യം എണീറ്റത്. നല്ല വെള്ളം കയറി, വെള്ളത്തിന്റെ പൊക്കം കൂടി, ലെവല് കൂടി. വെള്ളം ദേ അവിടെയൊക്കെ കണ്ടോ? ഇന്നലെ ഞാൻ കാണിച്ചപ്പോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അവിടെ അടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിന്റെ ആ സാധനത്തില്. കണ്ടോ? ആ വെള്ളത്തിന്റെ ലെവല് കൂടി. ഞാനിന്ന് രാവിലെ സൺറൈസിന് എണീക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. 6:53 സൺറൈസ്. സമയമൊക്കെ നോക്കി കിടന്നതാ. പക്ഷെ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങാൻ കുറേ ലേറ്റായി. അത് കാരണം ബോധം ഉണ്ടായിരുന്നു, എണീക്കാന്ന് പറയണ്ടായിരുന്നു. പക്ഷേ തണുത്ത് നല്ല സുഖത്തിൽ കിടന്നതുകൊണ്ട് അങ്ങനെ കിടന്നു. പിന്നെ ഈസൂട്ടി എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പം അത് കാരണം അവൾ കൈ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ പിന്നെ അവൾ ഉറങ്ങത്തോളൂ. അവളങ്ങ് എണീക്കും, ഞാനില്ലാന്ന് മനസ്സിലായിട്ട് അങ്ങ് എണീക്കും. അപ്പം അത് കാരണം ഞാൻ പിന്നെ എണീറ്റില്ല. ഞാൻ എണീറ്റ് അവളും എണീക്കുമല്ലോ എന്ന് വെച്ചു. പിന്നെ ഞാനൊരു 8 മണിയും കണ്ടായപ്പോഴാണ് എണീറ്റത്. 8 മണിയാകുമ്പോൾ എണീറ്റ് പുറത്ത് വന്നു. പിന്നെ അമ്മച്ചിനെയൊക്കെ വിളിച്ച് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തെ മോന് വന്നു. പിന്നെ മമ്മിയും പപ്പേനെ വിളിച്ച് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ അപ്പച്ചേട്ടൻ വന്നു. പിന്നെ പതുക്കെ എല്ലാവരും എണീറ്റ് വന്നു. അച്ചാച്ചൻ, ഡെൽന, പാറു, സിബിൻ, അച്ചു എല്ലാവരും എണീറ്റു. തമ്പിച്ചൻ മാത്രം ഉറങ്ങുന്നുണ്ട്, ഇപ്പോഴും ഉറങ്ങുക. ഇസൂട്ടി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ പതുക്കെ എണീക്കും. അവൾ ശരിക്കും എണീക്കുന്ന ടൈമൊന്നും ആയിട്ടില്ല. അവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ അവളങ്ങ് എണീറ്റ് പോരും. അപ്പം ഇതായിരുന്നല്ലേ നല്ല ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയൊന്നും സംസാരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും എണീറ്റു. അപ്പം 6 കാല് നനയ്ക്കാൻ പോവാണ് അപ്പുറത്തെ അതിൽ അവിടെ. അപ്പം ഞാൻ ഇപ്പം ഡെലിനെ കോഫി ഇടുക, പല്ലൊക്കെ തേച്ചു. കോഫി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രിയിലെ ഞാൻ കാണിച്ചില്ലായിരുന്നോ? കറി കാണിച്ചില്ലെന്ന് തോന്നുന്നല്ലേ. ഡെലിന ചിക്കൻ കറി ഇന്നലെ രാത്രിയിലെ വെച്ചായിരുന്നു. അപ്പം നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്, അല്ലെങ്കിൽ ബ്രെഡും ചിക്കൻ കറിയും, ഇല്ല ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് പോവും. ടിപ്പ് ഓഫ് കാനഡയിൽ പോവും. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ പ്ലാൻ ഇങ്ങനെയാണ്. അവിടെ പോവും. അവിടെ കുറേ നടക്കാനുണ്ട്. പിന്നെ നല്ല രസമാണ്. ഞങ്ങൾ പോയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കോണി കയറി മേളിൽ പോയി നിന്നിട്ടുള്ള വ്യൂ കാണുന്നിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റെന്നോ അല്ലെങ്കിൽ അല്ലാണ്ട് നല്ല എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടാൽ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൻസർ പോകാനാണ് പ്ലാൻ. എങ്ങനെയാണ് ഇതൊക്കെ മാറുമോ, എന്താ വർക്കൗട്ട് ആവുന്നതെന്ന് അറിയത്തില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് പ്ലാൻ. എപ്പോഴും പ്ലാൻ പോലെ നടക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം വിൻസർ പോയിട്ടും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ എന്തൊക്കെയാ ഉള്ള, ബീച്ചാണോ പാർക്കാണോ, അതിങ്ങനെ നടക്കും, കാണും, തിരിച്ചു പോരും. തിരിച്ച് നമുക്കൊരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം. എന്നിട്ട് വേണം ഡിന്നർ കുക്ക് ചെയ്യാൻ. ഡിന്നർ ഇന്ന് മോനുമാണ്, കപ്പയും എല്ലുമാണ്. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. ഡിന്നർ കുക്ക് ചെയ്തിട്ട് ഇന്ന് രാത്രി അച്ചാച്ചനെ തിരിച്ച് ലണ്ടൻ കൊണ്ടുവിടണം. കാര്യം എന്താ വെച്ചാൽ അച്ചാച്ചന് നാളെ മാൻഡേറ്ററി ഓവർ ടൈം ഉണ്ട് അവരുടെ പ്രൊഡക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. നാളെ ഇവിടെ ശരിക്കും പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷേ നാളെ ജോലി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് അച്ചാച്ചൻ്റെ അവിടെ 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് വിടും അച്ചാച്ചനെ. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. പിന്നെ നാളത്തെ പരിപാടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നാളെ എവിടെയാണ് പോകേണ്ടത്, എവിടെ ഇരിക്കണോ ഒന്നും പ്ലാനില്ല. അതിനി കണ്ടുപിടിക്കണം. സിബിനാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ അടുത്തടുത്ത് കുറേ ഇതേപോലെ ബീച്ചുള്ള സ്ഥലമായിട്ട് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ടാവും.
അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പുറത്തെങ്ങും പോകാൻ തോന്നുന്നില്ല. അങ്ങനെ സ്ഥലം കാണണമെന്നൊന്നുമില്ല, ഇവിടെ തന്നെ ഇരുന്ന് ഈ വീട് എൻജോയ് ചെയ്യണം, ഈ സ്ഥലം എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടുള്ളൊരിത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ലേക്ക് സൈഡ് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതുവരെ എങ്ങും പോയിട്ടില്ല. നമ്മൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു ഹോട്ടൽ പോലത്തെ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ആ സ്ഥലങ്ങൾ കാണാനാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ വന്നിട്ട് വലിയൊരു വീട് പോലെ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുന്ന പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം എല്ലാവരും പറയുകയാണ്, അത്യാവശ്യം ചോദിക്കും ഇനി അടുത്ത ലോങ് വീക്കിൽ എന്താണ് അടുത്ത ട്രിപ്പ് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും പറയാം നമ്മൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനൊരു സാധനം പോകണം, പൈസ ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായിരുന്നു. തമ്പുడు എണീറ്റ് വന്നു. സുട്ടാ ഗുഡ് മോർണിംഗ് പറയുക അന്ന് എന്നിട്ട് അവിടെ സ്റ്റെപ്പ് കയറിപ്പോയി, മേളിപ്പോയി. സ്റ്റെപ്പ് കയറുന്നൊരു വീക്ക്നെസ്സാണ്. എന്തുവാടി സ്വപ്നം കണ്ടിരിക്കുന്നേ? സ്പീഡ് ടെസ്റ്റ് നടത്തിയ ഇവിടെ സ്പീഡ് കുറവാ. വൈഫൈയുടെ ആണോ? ഈ മീൻ ആവിയായിട്ടുണ്ടേ. ഇന്നലെ മീൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞങ്ങൾ കുറച്ച് മീൻ കഴിച്ചു, ഒരു മീനും കൂടെ ബാക്കിയുണ്ട്. ഞാൻ ഇന്നത് കഴിക്കുമ്പോൾ അതിന്റെ വീഡിയോ എടുക്കാം, ഓപ്പൺ ചെയ്ത് കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ റെഡി ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം. ബൈ. ആ സാധനം എന്റെ ദൈവം തിന്നുന്ന കറക്റ്റ് കിട്ടി. അതെ ഞാനൊരു പാറ കണ്ടു. വെള്ളം കൂടിയല്ലേ, പൊക്കം കൂടിയില്ലേ? വെള്ളം വേണോടാ? അവിടെ പൊക്കം കൂടി. അവിടെ നേരത്തെ രാവിലെ കണ്ടാ ആ അടിച്ചു കയറുന്നുണ്ടോ, ആ നീല സാധനം കിട്ടുന്നുണ്ടോ, അവിടെ ഫുള്ള് അടിച്ചു കയറുമായിരുന്നു. അവിടെ പോയി നിക്കണം, പേടിയോ? ഭയങ്കരമായിട്ട് പേടിയോ? അങ്ങോട്ട് വരുവാ. ശരിയാ, കടലില് നല്ല കല്ലുണ്ട്. അവര് ഗൈസ്, ഞാനൊരു വെളിപ്പെടുത്തൽ നാട്ടിലുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ബീച്ച്, കടലല്ല. അല്ല നിങ്ങൾ ആരെങ്കിലും പറ, അത് കടലല്ല ഗൈസ്, അത് കടലല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കായൽ പോലത്തെ ഒരു ഇതാണ്. ഇത് തിരമാലയോ അല്ല, സാങ്കല്പിക തിരമാല. അതെ, പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആർക്കും ബോധമില്ല. പക്ഷെ ഇത് നമ്മുടെ കടലല്ല. നോവാസ്കോഷ്യ നോവാസ്കോഷ്യയിൽ മാത്രമാണ് നമ്മുടെ കടലുള്ളത്, നാട്ടിലെ പോലത്തെ കടലുള്ളത്. ഇതൊക്കെ ലേക്കാണ്.
ഈ അന്തമില്ലാണ്ട് ഈ കടൽ പോലെ കിടക്കുന്നതൊക്കെ ലേക്കാ. ഈ തിര അടിക്കുന്നതും ലേക്കാ. സാധാരണ ഇവിടുത്തെ ലേക്കിൽ ഇങ്ങനെ തിര അടിക്കാറില്ല, പക്ഷെ ഇവിടെ അടിക്കണ്ടത്. തന്നെ കഴിക്കുന്നേ എന്നാ കഴിക്കുന്നേ? ചിക്കിയാണോ? എന്നാ കഴിക്കുന്നേ? ആണോ? ഗൈസ്, ആ മേഘങ്ങള് നിക്കുന്നുണ്ടോ ഒറ്റ ലൈനില്? ഇവിടെ വേറെ ഒറ്റ ലൈനില് നേരം. അത് ഒറ്റ ലൈനാ, വരയിട്ട ബുക്കാ. ഇങ്ങനെ സർക്കിള്, ഹാഫ് സർക്കിള് പോലെ. അതൊരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം കണ്ടുപിടിച്ചത് അച്ചാച്ചനാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചതാ. കണ്ടാ മേഘം നിക്കുന്നുണ്ടാ? എന്റെ ചിന്തയിൽ മാത്രം ഉരുത്തിരിഞ്ഞ. ഒയ്യോ, എന്താ കൊള്ളാം, നൈസ് കണ്ടുപിടുത്തം. വീണ്ടും ഞാൻ പറയാണ്, ഇത് കടലല്ല, ഇത് ലേക്കാണ്, ലേക്ക്. പക്ഷെ ഇതിനൊരു കരയുണ്ടാവണം. കരയുണ്ട്. കര അപ്പുറത്ത് US ആയിരിക്കും. ആണോ? ആയിരിക്കും. ഇത് ഏകദേശം US ബോർഡറിന് അടുത്തായില്ലേ? ആ, ഇത്രയും ദൂരം പോകുമ്പോ US ആയിരിക്കും അപ്പുറത്ത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. രാവിലത്തെ കാപ്പി കഴിഞ്ഞു, പാറ വീണ്ടും ചായ ഇടുക. അടുത്ത് എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇവിടെ അല്ല, അവര് ചപ്പാത്തി വേണ്ട. ചപ്പാത്തി വേണ്ട, കൊള്ളാത്ത ചപ്പാത്തി. ചപ്പാത്തി ഇതിലിട്ടോ. ഫുഡ് എന്തിനാ 2 ചപ്പാത്തിയാണ്? മറ്റേ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. തുണി ചപ്പാത്തി വേണോ? തുണി ചപ്പാത്തി തരാം. ഞാനീ ഞാൻ കഴിച്ചു വെച്ച ചപ്പാത്തിയാണല്ലോ. അത് തന്നെ നിനക്ക് തരും. എന്നാലും കൂടുതലാവുള്ളൂ. എന്തായാലും ബ്രെഡ് എടുക്കണം. 2 ചപ്പാത്തി കൊണ്ട് ആർക്കും അത് പറ്റില്ല. ചപ്പാത്തി തരാം. ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക. സെർവിങ്ങിലാണ്. ഈ കറി ഇപ്പത്തേക്കല്ലേ ഉള്ളൂ? എത്ര ഉള്ളൂ? ഇന്നത്തേക്ക് തന്നെ ഉണ്ടോന്ന് അറിയില്ല. ഉച്ചക്ക് ഒരു കട കണ്ടു പിടിക്കാൻ ഇന്നത്തെ വല്ല ചോറുണ്ടോ? നീ പറയാ. മോനു, ഇത് കല്യാണ വീഡിയോ ഒന്നും അല്ല. കാണുമ്പത്തെ ഇങ്ങനെ ഡെല്ലയുടെ പ്ലേറ്റില് ഫോസില് പണ്ട് കോഴി എന്ന് പറഞ്ഞ ജീവി ജീവിച്ചു. മോന്റെ പ്ലേറ്റിൽ എന്താ? ഇവിടെ ഒന്നും നടന്നില്ല. നീ എങ്ങനെ തന്ന എല്ലുമൂട്ടിയത് ഇവിടെ തന്നെ കിടക്കേണ്ടത്. അവളെ എനിക്ക് വിളമ്പിട്ട് പോയതാ എല്ലുമൂട്ടി. ഇത് നോക്കടാ, 3 സൈഡ് ആരാണ്ട് തിന്നിട്ടിട്ടാണോ? കാട്ടിലല്ല. ഇവൻ രാത്രി തിന്നായിരുന്നു, അതായിരിക്കും. കഷ്ണം കുറയുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചിട്ടായിരിക്കും എല്ല്. അല്ല, എന്റെ പാത്രത്തിൽ 2 കഷ്ണം ഉണ്ട്. അവൻ അടുത്തിരിക്കണോണ്ട്. നീ അല്ല ലവൻ. മോനിനെ സ്കെയിൽ വെച്ച് കളഞ്ഞിട്ട് കൊക്കിനെ വെടി വെച്ചു.
ഇന്നലെ നീ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നിന്റെ നീ ഫോട്ടോ എടുക്കല. ഇന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നു ശരിക്കും നമ്മളെ ശരിക്കുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് നമ്മള് വന്നിട്ട് എനിക്കറിയില്ല പറ, എല്ലാരും പറ. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ അതെ, അവാർഡ് പടം അല്ല, ചായയൊക്കെ കുടിച്ച് സൈലൻസ്. സ്ഥലങ്ങൾ കാണാനായി രണ്ട് സ്ഥലം ടിപ്പ് ഓഫ് കാനഡയും അല്ല, പോയിന്റ് ബിയിലാണ് ടിപ്പ് ഓഫ് കാനഡ. അതെ, അത് മാറാനുണ്ടായ സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്യൂ. ഈ വീടിന്റെ വൈബും കാലാവസ്ഥയും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നതെന്ന് അറിയാതെയുള്ള പ്ലാനിങ് ആയിരുന്നു അത്. കുങ്കളിപ്പിലായിരുന്നു നമ്മള്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആർക്കും വിട്ടു പോകാൻ തോന്നുന്നില്ല. അതെ, ഈ കുബേരവാസം നാളെ അവസാനിക്കുന്നുണ്ട്. തീ കത്തും തീ താഴും. നമ്മൾ വഴിമാറിപ്പോന്നു. അപ്പൊ ഈ അവസ്ഥയും ഇതൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും വീട് മതി എന്നുള്ള ഇതായി. അതെ, നിന്റെ അഭിപ്രായം എന്നാ? വീട്ടിലാണോ പുറത്താണോ? എന്റെ ആഗ്രഹം വോട്ട് ഒരു സ്ഥലം കുറച്ച് കഴിയുമ്പോ പോണം നമുക്ക്. ഒരു സ്ഥലം. ഓക്കെ, മോന്റെ ആഗ്രഹം? എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളോ ചിന്തകളോ അങ്ങനത്തെ ഒരാളല്ല. അങ്ങോട്ട് ചോദിക്കണ്ടായിരുന്നു. നിന്റെ ആഗ്രഹം? അതെ, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഗ്യാസ് കയറി തുടങ്ങി. നിന്റെ ആഗ്രഹം എന്നാ? നിന്റെ ആഗ്രഹം എന്നാ? വെറൈറ്റി ആഗ്രഹങ്ങളാ. അച്ചാച്ചാ, ഇയാളുടെ ആഗ്രഹം എന്നാ? വീട്ടിൽ ഇരിക്കണമെന്നാണോ പുറത്ത് പോകണമെന്നാണോ? പുറത്ത് പോകണം, അതാണ് ഒരാളുടെ ആഗ്രഹം. അപ്പൊ പുറത്ത് പോകാൻ വേണ്ടി ഒരാൾ മാത്രമേ ഇവിടെ ആഗ്രഹം പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവാന്ന് ഉള്ള ഞാനും ഇച്ചുക്കുരുക്കും പുറത്തു. ഓക്കെ. അപ്പൊ ഗൈസ്, ഇവര് പറഞ്ഞതുപോലെ നമ്മൾ ആ പ്ലാനുകളെല്ലാം ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും.
2 സ്ഥലം പോകുന്ന പരിപാടി ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, അത് കളിച്ച് പിന്നെ ഞങ്ങൾ റീൽസ് പ്രാക്ടീസ് അങ്ങനെ ഇങ്ങനെ പോവാണ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ്, രാത്രിത്തെ കപ്പയ്ക്കുള്ള ഓൾറെഡി ഇവർ അരിഞ്ഞു വെച്ചു. ഉച്ചക്കത്തെ ഫുഡ് നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, ഓർഡർ ചെയ്യാന്നാണ് പ്ലാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ എല്ലാവരും റെഡിയായി വൈകുന്നേരം എവിടെയെങ്കിലും പോവാന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ട്വിസ്റ്റ് വന്നു, ട്വിസ്റ്റ്. കാര്യം ഞങ്ങൾ ഈ വീട് കാണുന്നതിന് മുന്നെയാണ് ഞങ്ങൾ മറ്റേ 2 സ്ഥലത്ത് പോകുന്ന പ്ലാനൊക്കെ ഇട്ടത്. അപ്പൊ നമ്മൾ വീട് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു ഇതില്ലായിരുന്നു. മോന് കുളിച്ചതിന്റെ അഹങ്കാരം കാണുന്നത് കേട്ടോ. വീട് എൻജോയ് ചെയ്യാന്നുള്ള പ്ലാനൊന്നും ഇല്ല. ഇതേ മറ്റേ വണ്ടിയിൽ പോകുന്ന ആളുകൾ ഇതേ പോകുന്നു, മറ്റേ ഇല്ല ചെറിയ അങ്ങനത്തെ വണ്ടിയില്ലേ, അതില് 3 പിസ്സ മേടിച്ചാ. പക്ഷെ ഇന്നലത്തെ പോലെ ഒരു പിസ്സ മേടിച്ചാൽ അപ്പൊ നമ്മൾ പിസ്സ മേടിക്കാനാ. കാര്യം ഇത് ഇങ്ങനെ ഒരു കൺട്രി സൈഡ് ഏരിയ ആയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സിന് അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് പിസ്സ കഴിക്കാം. വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പോയി ഐസ്ക്രീം കഴിക്കാം. അപ്പോ അതാണ് പ്ലാൻ. ഇവിടെ വന്ന് വീടിന്റെ ഇതൊക്കെ കണ്ട് സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ടപ്പോ ആർക്കും എങ്ങും പോണ്ട, ഇവിടെ ഇരുന്നാ മതി എന്നുള്ളതായി. ഞങ്ങളൊന്ന് പഠിച്ചു, അതിന് നിങ്ങളെ പഠിക്കണം. അപ്പൊ അത് കാണിച്ചു തരാം. ഡാൻസിന്റെ ടൈം ലാപ്സിനായിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 3 ലാർജ് പിസ്സ. പൈസ കൊടുത്ത് വേറെ വാങ്ങിക്കുക. അതെ അതെ. അയ്യോ, പൈനാപ്പിൾ ഉള്ള ആദ്യം തന്നെ എടുക്കട്ടെ, ഇല്ലെങ്കിൽ കിട്ടൂല. പിന്നെ തമ്പി ഏതാ വേണ്ടേ? മറ്റേനകത്ത് അറിയാതെ വീണായിരിക്കും. നമ്മ ചുമ്മാ കേട്ടോ, തമാശ സുട്ട തന്നെ ഒരു ഉമ്മ കൊടുത്തേ. ഒരു മോശപ്പാ നല്ല രസമുണ്ടല്ലേ ആ വെയിലടിച്ചിട്ട്. പിന്നെ ആ ഗ്ലാസ് എല്ലാം കൂടെ വന്നു. കപ്പിൾസ് ഒന്ന് മാറിക്കോ, റൊമാൻസ് ഒക്കെ അങ്ങോട്ട് മാറിയുന്നുണ്ട്, ക്യാമറയിൽ നിന്ന് മാറി. മോന് നേരെ നോക്കിയിട്ടല്ല, ഞാൻ ഇത് കുറച്ചതാ, അന്നേരം കുളത്തില്ലാന്ന് പറഞ്ഞു. ഇതെന്റെ വ്ളോഗിന്റെ വീഡിയോ, ഇതെന്റെ വ്ളോഗിന്റെ വീഡിയോ, ഇത് എന്റെ ഫോണാണ്. ഇത് 15 Pro Max. ആമോൺ കഴിഞ്ഞ ഗുഡ് ഫ്രണ്ട്സ് ആണ്. കെട്ടിപ്പിടിക്കോ, ഫ്രണ്ട്സ് കെട്ടിപ്പിടിക്കോ. ഗുഡ് ഫ്രണ്ട്സ് ആണ്. ഒരു മോർത്തെ ഉടുപ്പിൽ പൂവുണ്ടോ? പോക്കറ്റ്. You have a pocket?
Yeah, candles for the city. അല്ല ഇവർ രണ്ടുപേരും കൂടെ അതിന്റെ ഭാഗത്തായിരിക്കും മിക്കവാറും. ബേബി ബേബി അന്ന് താരചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഒത്തിരി കാണാനല്ലേ കിട്ടുള്ളൂ. ഇത് സ്ഥിരം ഉണ്ടാവൂലോ, എപ്പോഴും കാണുന്നതായിരിക്കും. അവിടെ മോളിൽ സ്നേഹത്തിലിരിക്കുകയാണ്. അയ്യോ അതിലോട്ട് ഇടണ്ട. അങ്ങനെ ചെയ്ത ബാഡുകളോ? ഹലോ ഗൈസ്, കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ചായയും കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം മോനും അപ്പച്ചേട്ടനോടല്ലേ പോയ, മോനും അപ്പച്ചേട്ടനോട് ഇഞ്ചി ഉള്ളിയൊക്കെ മേടിക്കാൻ പോയി. വൈകുന്നേരം ഉണ്ടാക്കാനുള്ള കപ്പ ബിരിയാണിക്കുള്ള സാധനം എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇതിപ്പോ ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടൊരു. ഇഞ്ചി വെളുത്തുള്ളി മേടിച്ചോ അതോ വേറെ വല്ലതും ആണോ മേടിച്ചത്? ചുമ്മാ അഭിനയം, അഭിനയം മോനെ അങ്ങ് അഭിനയിച്ച് തകർക്കുവാണല്ലോ. സിനിമയിൽ ട്രൈ ചെയ്തൂടെ മോനെ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നോടോ അയ്യോ മുറിഞ്ഞോ? ഇതെങ്ങനെ മുറിഞ്ഞോ? എങ്ങനെ മുറിഞ്ഞോ? ചിപ്സ് കഴിച്ചപ്പോ മുറിഞ്ഞോ? സാരല്ല, ചെറുതല്ലേ, പോട്ടെ കേട്ടോ. ഓക്കെ അല്ലേ? കണ്ണാടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന മിസ്റ്റർ ഡറുണ്ട്. ആരുടെ കടിയില്ലേ മറ്റേ ചെറിയതല്ല, അവന്റെ കാര്യം മറ്റേ മിമിക്രി കാണിക്കില്ല, വേറെ ഇപ്പൊ പറഞ്ഞ ഭയങ്കര ടെൻഷൻ കഴിഞ്ഞു. ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ, ഞങ്ങളുടെ അനുഗ്രഹീതനായ കലാകാരൻ അപ്പു, താഴ്മയുടെയും അടുത്തതായി നമ്മുടെ ഈ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം അടുത്ത ഗാനത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഗാനം പാടും. അടുത്ത ഗാനം പറഞ്ഞോ. ചുട്ടമല്ലേ
എന്താ ഇതിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി റോപ്പ് കൂടും ഞാൻ കുറച്ച് പണിയുണ്ട് എന്ത് കഷ്ടപ്പെടുന്ന കലാകാരന്മാർ സൈഡിൽ കുക്കിങ്ങിന്റെ സൈഡിൽ കൂടെ അതെ പാചകത്തിന്റെ സൈഡിൽ കൂടെ കലയെ കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന 3 യുവ വ്യക്തികൾ യുവ പുരുഷന്മാർ യുവ അല്ലാന്നേ ഉള്ളു എല്ലാം 30 പോവാന്ന്. കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഗാനമാണ് ഞങ്ങൾ അടുത്ത ആരംഭിക്കുന്നത്. വളരെ ആർക്കും സജസ്റ്റ് ചെയ്യാം, എല്ലാവരും എൻജോയ് ചെയ്യാം. എല്ലാവരും ഗാനങ്ങൾ ഉൾപ്പെടുത്താനാണ് അപ്പിട്ടോ ആ അമ്മ ട്രൈപോഡ് എടുക്കാൻ ഊരിപ്പോയോ? അയ്യോ എഴി മാറും. ഓക്കെ ഗൈസ് ഇവിടെ കൊട്ടി കൊട്ടിട്ട് എന്റെ പാത്രം ചലിക്കില്ലേ ഇത് നോക്ക് കണ്ട ഒരു ചെറിയ കുഴി ചെറിയ കുഴിയാ ഇത് നോക്ക് കണ്ട 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 ഈ സാധനം കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴി പിടിച്ചു മോന് ഒച്ച ഒച്ച ഞാൻ പിന്മാറുകയാണ്. ഞാൻ ഇന്ത്യയിൽ തൊട്ടാലും ശ്രുതി പരക്കുക.